ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ജമന്തി പ്ലാന്റ് പ്രൊപ്പോഗേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ പ്രൊപ്പോഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് റീപോർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ പ്രൊപ്പോഗേറ്റ് ചെയ്ത് റീപോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജമന്തി പ്ലാന്റ് പ്രൊപ്പോഗേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതെൻ്റെ ജമന്തി മദർ പ്ലാന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് ബേബി പ്ലാന്റ്സ് ഇതിൽ നിന്ന് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ വേറൊരു പ്ലാന്റും കൂടി ഉണ്ട്. എനിക്ക് ആ പ്ലാന്റ് ഇതിൽ നിന്ന് പറിച്ച് കളയാനായിട്ട് പറ്റില്ല. അത് പറിക്കുകയാണെന്നുണ്ടെങ്കിൽ ജമന്തി മൊത്തം വാടിപ്പോവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതേപോലെ ജമന്തി മാത്രമായിട്ട് ഇതിൽ നിന്ന് പറിച്ചെടുത്ത് വേറെ ചട്ടിയിലോട്ട് നമുക്ക് നട്ടു കൊടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ ബേബി പ്ലാന്റ്സ് എല്ലാം തന്നെ വാടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെ ഈ ഒരു പ്ലാന്റിനെ നിർത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ ഓരോ പ്ലാന്റ്സും കട്ട് ചെയ്തെടുക്കുന്നതിനനുസരിച്ച് ഇതിൽ പുതിയ പുതിയ പ്ലാന്റ്സിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പറിച്ച് നടാനും എനിക്ക് പറ്റാത്തൊരവസ്ഥയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ജമന്തി. ഈ ഒരു പ്ലാന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ബ്രാഞ്ചസ് ഇതുപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചെടിയിൽ നിന്നാണ് ഈ എല്ലാ ബ്രാഞ്ചസും ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ തന്നെ ഞാൻ ഒരുപാട് പ്ലാന്റ്സ് പ്രൊപ്പോഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പോഗേറ്റ് ചെയ്തെടുക്കണമെന്നുള്ളത് നോക്കാം. ഇതേ രീതിയിലായിരിക്കും പ്ലാന്റിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ വന്നിട്ടുണ്ടാവുക. ഇതേപോലുള്ള ബ്രാഞ്ചസാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് പ്രൊപ്പോഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ചെറിയ തണ്ടുകൾ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ചെറിയ തണ്ടെന്ന് പറയുമ്പോൾ ഇളം തണ്ടല്ല കേട്ടോ, നമ്മൾ കുറച്ചും കൂടി മെച്ചുറായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി മൂപ്പെത്തിയിട്ടുള്ള തണ്ട് എടുക്കുന്നതായിരിക്കും പെട്ടെന്ന് വേര് വരാനായിട്ട് നല്ലത്. ഇളം തണ്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് മണ്ണിൽ നട്ടു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അഴുകിപ്പോവും. ഓരോ തണ്ടും മെച്ചുറായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ എടുത്തതിന് ശേഷം ജസ്റ്റ് കൈ കൊണ്ട് നമ്മൾ വിരൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. അമർത്തി കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി കട്ടി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൊപ്പോഗേറ്റ് ചെയ്യാനായിട്ട് പാകമായി എന്നാണ്. നമുക്കത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ വേറൊരു കട്ടിങ് കൂടിയും എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന 2 പീസ്. ഇത്ര വലുപ്പത്തിലുള്ള 2 കട്ടിങ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് നട്ട് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ചെടി നടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നഴ്സറി പോട്ടാണ് എടുക്കുന്നത്. ഇനി ഈ പോട്ടിലൊഴുക്കി കുറച്ച് മണലിട്ട് കൊടുക്കാം. മണലില്ലെങ്കിൽ നമ്മൾ കുറച്ച് കൊക്കോപ്പീറ്റ് കൂടെ എടുക്കായിരിക്കും നല്ലത്. കാരണം വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാനായിട്ട് പാടില്ല. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ചെയ്ത് പോകുന്ന ടൈപ്പ് സോയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റിൻ്റെ പീസ് എടുക്കുക. അതിലത്തെ പഴയ ഇലകളെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്തിട്ടുള്ള 2 പീസ് നമ്മൾ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള കട്ടിങ്സാണ് നമുക്ക് വേണ്ടത്. നട്ട് കൊടുക്കണേറ്റ് മുന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ റൂട്ടിംഗ് ഹോർമോണിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നട്ട് കൊടുക്കാം. ഇപ്പോൾ റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടെങ്കിലില്ലെങ്കിൽ ജസ്റ്റ് അലോവേര ജെല്ലിൽ അപ്ലൈ ചെയ്തിട്ട് നട്ട് കൊടുക്കുകയാണെങ്കിലും കുറച്ചും കൂടെ നല്ലതാണ്. ഇപ്പോൾ ഞാനിവിടെ റൂട്ടിംഗ് ഹോർമോണോ അലോവേര ജെല്ലും ഒന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഇതേപോലെ ഇതിലോട്ട് ഇങ്ങനെ നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു രീതിയിലാണ് ജമന്തി പ്രൊപ്പോഗേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ പ്രൊപ്പോഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടെയാണിത്. ഇതേ രീതിയിൽ കുറച്ച് നാൾ മുന്നേ ഞാൻ 2 പോട്ടുകളിലായിട്ട് പ്രൊപ്പോഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണിത്. പ്ലാന്റ്സ് എല്ലാം നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരു പോട്ടിൽ 2 കട്ടിങ്സാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ 2 കട്ടിങ്സും നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഈ പ്ലാന്റ്സ് എങ്ങനെയാണ് റീപോർട്ട് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മണ്ണാണ് എടുത്തിരിക്കുന്നത്. സാധാരണ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന മണ്ണ്. അതിൻ്റെ കൂടെ കുറച്ച് മണലോട് കൂടിയിട്ടുള്ള മണ്ണും കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ തുല്യ അനുപാതത്തിലാണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. മണൽ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വെള്ളം പെട്ടെന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒരിക്കലും കെട്ടിക്കിടക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ മണലില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉമ്മിയോ അല്ലെങ്കിൽ പെർലൈറ്റോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പോട്ടി മിക്സ് നല്ല നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പോട്ടിലത്തെ വെള്ളം വാർന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യം ഇതിൽ നിന്ന് ചെടി പറിച്ചെടുക്കണം. ഞാൻ ഈ പ്ലാന്റ് നനച്ചു കൊടുത്തിരുന്നു. എന്നാൽ നമുക്ക് പറിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കാം. ഇതിന് എല്ലാ സൈഡിൽ നിന്നും ഇതേപോലെ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നമ്മൾ ഡയറക്റ്റ് പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേര് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ആണെങ്കിൽ നമുക്ക് വേര് പൊട്ടാതെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു പ്ലാന്റ് ഞാൻ പറിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ വേര് എത്ര നന്നായിട്ടാണ് വളർന്നു വന്നിരിക്കുന്നതെന്ന്. ഇവിടെ റൂട്ടിംഗ് ഹോർമോൺ ഒന്നും തന്നെ ഇല്ലാണ്ട് ഞാൻ പ്രൊപ്പോഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു അത് നല്ല രീതിയിൽ തന്നെ വേരെല്ലാം തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട്. ഈ പ്ലാന്റ് രണ്ടും കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ നട്ട് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് രണ്ടെണ്ണം എടുത്തിട്ടും നട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു വേര് വളർന്ന് വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. വേര് അത്രയും ലെങ്തി ആയിട്ട് ആണ് വളർന്നിരിക്കുന്നത്. പ്ലാന്റിൻ്റെ വേര് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണെങ്കിൽ പ്ലാന്റും നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും. ഇനി ഇതിലുള്ള ഉണങ്ങിയിട്ടുള്ള ഇലകളെല്ലാം ഇതുപോലെ പറിച്ച് കളയാം. അതുപോലെ താഴെ നിൽക്കുന്ന ഇലകളും കുറച്ച് മെച്ചുറായിട്ടുള്ള ഇലകളായിരിക്കും അത് നമുക്ക് പറിച്ച് കളയാം. ഇനി ഇതിലോട്ട് ഡയറക്റ്റായിട്ട് ഞാൻ നട്ട് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ ആ മണ്ണും മണലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ചാണകപ്പൊടിയോ വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ചാണകപ്പൊടി ആഡ് ചെയ്യാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകം ഞാൻ കലക്കിയിട്ട് ചാണകവെള്ളമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പോട്ടി മിക്സിൽ ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാത്തത്. ഞാൻ ഈ 2 പ്ലാന്റും ഒരു പോട്ടിലാണ് നട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 പ്ലാന്റും നല്ല ബുഷിയായിട്ട് വളർന്നിട്ട് പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഈ ചെടിയിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1.5 സ്പൂൺ അളവ് വരുന്ന അത്രയും എല്ലുപൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 ചെടിക്കും കൂട്ടിയിട്ടാണ് നമ്മൾ 1.5 സ്പൂൺ എന്ന അളവിൽ എടുത്തിരിക്കുന്നത്. ഇനി ഈ ചെടിയുടെ തണ്ടിലോ ഇലയിലോ തട്ടാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു എല്ലുപൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ കുറച്ച് ചാണകം കലക്കിയിട്ട് അതിൻ്റെ തെളിവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കട്ടിയുള്ള വെള്ളമല്ല, തെളിവെള്ളത്തിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1.5 ദിവസം വെച്ചിട്ട് ഈ ചാണകവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഒരു 15 ദിവസം കൂടുമ്പോൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ പൂക്കളിടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്